പാറാജിക്കു എന്താ ഷെബി, നീ എന്താണ് ഇങ്ങനെ ജാടിട്ടിരിക്കണത്? നീ ഇപ്പൊ എന്നെ മൈൻഡ് ഒന്നും ഇല്ലല്ലോ. നിന്നെന്തിനാണ് മൈൻഡ് ചെയ്യണത്? നീ ഇപ്പൊ ഫുൾ ടൈം ഫോണിലല്ലേ? എന്തിന്? ഞാൻ പറയണിപ്പോ. പിന്നെ നീ പറയണ്ടേ? ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്താ നീ നിന്റെ ഫോട്ടോ വെച്ചത്? എനിക്ക് വെക്കാൻ പാടില്ലേ? അല്ല, പൊതുവേ നീ എന്റെ ഫോട്ടോ ആണല്ലോ വെക്കാറ്. ഞാൻ എന്നിട്ട് വേണം ചാർജ് ചെയ്യാൻ. എനിക്കൊന്ന് ഗാലറി കാണണം. ഗാലറിയാ? ലാസ്റ്റ് എടുത്ത ഫോട്ടോ മറ്റേതാണ്. ഏത്? ഇപ്പൊ ലാസ്റ്റ് എടുത്തൊരു സെൽഫി. ആരും പോസസീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല, ആരും എന്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ പ്രായം. ഓ, ഇതേതാ സുന്ദരി? ഒരു കുഞ്ഞിക്കിണാങ്ങളെ പേരുള്ള തള്ള ചിക്കോ. പണ്ടത്തെ കാലത്ത് നമുക്ക് കുറെ ലവ് ലെറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കാലം. അതൊരു കുട്ടി മിസ്റ്റേക്സ് ഉണ്ടായി. ആ കുട്ടീനെ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ ട്രിപ്പ് ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. എന്നെ അങ്ങനെയാണ് വീട്ടിൽ വളർത്തിയത്. ഫാമിലി അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല അപ്പൊ എന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാ എന്നോട് പറഞ്ഞു. ഷാഹിദ് എന്റെ ഫ്രണ്ടാണ് ഷാഹിദ് ഇർഫാൻ. ഇവിടെ എന്നെ വിളിച്ചൊരു കൂൾ കാണിക്കുന്നില്ലല്ലോ. അതൊരു ചിക്കു. എവിടെ? ചിക്കുണ്ണി എന്റെ ഫ്രണ്ട്. ഇതേപോലെ ഒന്നല്ല, ചെറിയ ഉണ്ണിയാണ്. ഇതേപോലെ തള്ളകളല്ല. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. നീ ഇപ്പൊ എന്നെ മൈൻഡ് ഒന്നും ഇല്ലല്ലോ. നിന്നെന്തിനാണ് മൈൻഡ് ചെയ്യണത്? നീ ഇപ്പൊ ഫുൾ ടൈം ഫോണിലല്ലേ? എന്തിന്? നീ കൊറേ പേർക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് അറിയാം. നീ കൊള്ളില്ലാത്ത കാരണം. എന്ത്? നീ കൊള്ളില്ലാത്ത കാരണം? അത് ശരി. എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത്? നിന്റെ ഫോൺ തന്നെയൊന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. പിന്നെടാ, ഇയാളാരാണ്? ഞാൻ പറയണിപ്പോ. പിന്നെ നീ പറയണ്ടേ? ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് നിന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യണം. നോക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നത് നീ പറഞ്ഞാ മതി. പറഞ്ഞോളാം. നിന്റെ വാൾപേപ്പർ ഒന്ന് കാണട്ടെ. നിന്റെ ഫോട്ടോ അല്ല, എന്റെ ഫോട്ടോ തന്നെയാണ്. എന്താ നീ നിന്റെ ഫോട്ടോ വെച്ചത്? എനിക്ക് വെക്കാൻ പാടില്ലേ? അല്ല, പൊതുവേ നീ എന്റെ ഫോട്ടോ ആണല്ലോ വെക്കാറ്. ഞാൻ എന്നിട്ട് വേണം ചാർജ് ചെയ്യാൻ. എന്നാലും നീ സ്വന്തം ഫോട്ടോ വെക്കുന്നതിന്റെ രഹസ്യം എന്താ? എനിക്ക് എന്നെ തന്നെ കാണാലോ. അത് ശരി. അതാ കുട്ടൻസ്. വേറെ ആരും ഫോട്ടോ വെക്കാറില്ല? അപ്പാന്റെ വെക്കാം, ഉമ്മാന്റെ വെക്കാം, സിസ്റ്ററിന്റെ വെക്കാം, സുന്ദരായിട്ടുള്ള എന്റെ ഫോട്ടോ വെക്കാം. ഞാൻ എന്നിട്ട് വേണം. അത് ശരി. ആപ്പിൾ വാറന്റി തീർന്നു. എനിക്കൊന്ന് ഗാലറി കാണണം. ഗാലറിയാ? ലാസ്റ്റ് എടുത്ത ഫോട്ടോ. ലാസ്റ്റ് എടുത്താൽ മാത്രം പോരെ? എന്നാൽ ഇതല്ലാതെ എടുത്ത് ഫ്രണ്ട്സിന്റെ. നിനക്കല്ലേലും ഫ്രണ്ട്സ് ആണല്ലോ വലുത്. അല്ലാണ്ട് പിന്നെ നീയാ? ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഊര് ചുറ്റിലല്ലേ? കാണിക്ക എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് കാണട്ടെ. LMN തൃപ്പൂണിത്തുറയുള്ള ഒരു കഫേയാണ്. അവിടെ പോയിട്ട് എന്താ കഴിച്ചേ? മന്തി ഒന്നും ഇപ്പൊ മൈൻഡ് ഇല്ല അല്ലേ? പിന്നെ മന്തി കഴിക്കണ്ടേ? അത് പിന്നെ ലൊക്കേഷൻ ഇടണല്ലോ. അറിയാലോ സ്ഥലത്തൊക്കെ. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തതാ. കേരളവർമ്മ പഴശ്ശിരാജ. എപ്പോ പോയി? പോയാലോ? ക്ലാസ് ഇതൊരുത്തന്നെ തല അതിലത്തെ മറ്റേ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റൈല് നോക്കാനോ? അതിലത്തെ മറ്റേ സായിപ്പില്ലേ, അതേപോലെ ഒരുത്തന്റെ തല. അപ്പൊ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്ത്. അടുത്തത്, രാവിലെ എഴുന്നേൽക്കുമ്പോ എല്ലാ അലാറും നിങ്ങൾ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര മണി വരെ സെറ്റ് ചെയ്യാ? എവിടുന്ന് തുടങ്ങുന്ന? എന്റെ 3 ഫോണിൽ എല്ലാവരും ഉണ്ടാവും. അതിപ്പോ മറ്റേ ഫോൺ ചെക്ക് ചെയ്താലും അതിലുണ്ടാവും. ഒക്കെ ഒരേ ടൈമിൽ അടിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ അടിച്ചാൽ ഞാൻ സമയം എപ്പോ എഴുന്നേക്കും? 8 മണി. 8 മണിക്ക് എല്ലാ ദിവസവും 8 മണിക്ക് എഴുന്നേക്കോ? 9:30 കോളേജ്. കോളേജ് അല്ലെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കും? കോളേജിലാണെങ്കിൽ കുറെ നേരം കിടക്കും. എങ്കിലും എപ്പോഴാ രാത്രി എത്ര മണി കൃത്യം ഉറങ്ങുന്ന സമയം? കൃത്യം എന്ന് പറഞ്ഞാൽ 2 മണി 3 മണി. 2 മണി 3. ഓക്കെ, ശരി. മെസ്സേജ് അയക്കുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി മറ്റേതാണ്? ഏത്? എങ്കിലും എക്സ്പ്രഷൻ എങ്ങനെ? അതെന്താ നീ അത് അയക്കണേ? വേറെ സാധനം ഒക്കെ തന്നെ ഉള്ളൂ. വേറെ യൂണിവേഴ്സ് ആണല്ലോ. ശരിക്കും അതിന്റെ അർത്ഥങ്ങൾ എന്താ? ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ എന്തിനാ അയക്കണേ? ഇപ്പൊ എന്തെങ്കിലും പറ, അപ്പൊ ഞാൻ പറഞ്ഞത് അതിനെ പറ്റി എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടോന്ന്. സുഖാണോ? സുഖാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖല്ല എന്ന് പറഞ്ഞ സാധനം ഇട്ട് അപ്പൊ ആ സിഗ്മയില് വേറെ ആണല്ലേ? ഓക്കെ, ഫാമിലി ഗ്രൂപ്പ് ഉണ്ടോ? ഫാമിലി ഗ്രൂപ്പില്ല. ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇടാൻ പറ്റുന്ന ഒരു പേര്? ഷെബിയുടെ പേര് വിട്ട് കളിയൊന്നുമില്ല. അതാണ് ഇടാൻ പോകുന്നത്. അവർ സമ്മതിക്കോ? ബാക്കിയുള്ള ഫാമിലീസ് കുടുംബക്കാരെ അറിയപ്പെടുന്ന എന്റെ പേരിലല്ലേ? അതവർ പറയാറുണ്ടോ? അക്സെപ്റ്റ് ചെയ്ത് തരാറുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ആർക്കാണ് മെസ്സേജ് അയച്ചത്? റൌഫ്. കാണിക്ക്, എന്താ അയച്ചേ?
ഇത് വിട്ട് സിഗ്മയുടെ സാധനം വിയേർഡ് സെൽഫി വിത്ത് ഫാമിലി. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കൽ ഭയങ്കര കുറവാണ്. എനിക്കില്ല, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ആരായിട്ട് ഫോട്ടോ എടുക്കൂല. ഫോട്ടോ എടുക്കില്ല. സെൽഫി ഒക്കെ എടുക്കൂടാ. ഇപ്പൊ ഒരു സെൽഫി എടുക്കാവോ? എത്ര ഫാൻസ് കൊതിക്കുന്ന ഒരു കാര്യമെന്നറിയോ ഷെബിയുടെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന്. ആരും പോസസീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ല. ആരും എന്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഉമ്മയുടെ പ്രായം ഇതൊന്ന് കട്ട് ചെയ്യണേ. ഒരു സെൽഫി എടുക്കാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഇപ്പൊ ലാസ്റ്റ് എടുത്തൊരു സെൽഫി. ഓ ഇതേതാ സുന്ദരി? കുഞ്ഞിക്കിണാങ്ങളെ പേരുള്ള തള്ള ചിക്കുവോ? ശരി ശരി, നീ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ ഒന്നും കൂടെ വരുന്നുണ്ട്. പൂച്ചക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്. ഒരു മനുഷ്യൻ കിട്ടും ചിക്കു. ശരിക്കും ഞങ്ങളുടെ അവിടെ ഷെബി എന്ന് പറഞ്ഞ പെമ്പിള്ളേർക്ക് ഇടുന്ന പേരാ. ആ, ആണോ? ആദ്യമായിട്ട് ഒരു ആൺകുട്ടി കിടന്ന് ഞാൻ കാണണേ. പേരൊക്കെ മാറ്റാട്ടോ, സമയായി. പൊതുവേ നമ്മളിപ്പോ ലവ് ലെറ്റർ ഒക്കെ അയക്കും. ഒരു സ്ഥലത്ത് ലവ് ലെറ്റർ അയച്ചു കൊടുക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് നമുക്ക് കുറെ ലവ് ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. യുനോ നമ്മുടെ കാലം. നിങ്ങളിപ്പോ ലവ് ലെറ്റർ ഒന്നല്ലല്ലോ, മെസ്സേജിലൂടെ അല്ലേ? ഒരു വലിയ പാരഗ്രാഫ് ഒക്കെ മെസ്സേജ് ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? ആർക്കും അയച്ചിട്ടില്ല. നേരം വേണ്ടതാ. ഇപ്പൊ കിട്ടാറുണ്ടോ? ഇൻസ്റ്റഗ്രാമില് കിട്ടാറുണ്ട്. മോശമൊന്നല്ലെങ്കിലും എത്ര പ്രേമലേഖനം കിട്ടിയിട്ടുണ്ട്? ഐ മീൻ എത്ര പ്രപ്പോസൽസ് മെസ്സേജസ് വന്നിട്ടുണ്ട്? സത്യം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വാവെന്ന് തോന്നിയ ഒരു ഈ പറഞ്ഞ പ്രപ്പോസൽ ഉണ്ടോ ഇൻസ്റ്റയില്? അതൊരു കുട്ടി മെസ്സേജ് ഉണ്ടായി. ആ കുട്ടീനെ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ ട്രിപ്പ് ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. എനിക്കറിയില്ലട്ടോ അതെന്തിനാണ് എൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ ഒന്ന് പറയുന്നത്. ഞാൻ അധികം ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. എന്നെ അങ്ങനെയാണ് വീട്ടിൽ വളർത്തിയത്. ഫാമിലി അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല അപ്പൊ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്. അത് മറ്റേതാണ്ടാ നോണക്കുഴി എന്ന് പറയാൻ നോണ പറയണല്ല. അതെന്തോ ഡിസോർഡർ എന്തോ ആണ്. ഞാൻ ഇപ്പഴത്തെ വീഡിയോ കണ്ടിട്ടുണ്ടേ. പക്ഷെ അങ്ങോട്ട് ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ മെസ്സേജിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പറഞ്ഞു മനസ്സിലാക്കും. താല്പര്യമില്ല. ലാസ്റ്റ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പ് സൂപ്പർ മണി. ഓക്കെ, അത് മറ്റേ UPI ആപ്പാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടോ ഫോണില്? ക്യാപ്കട്ട് എഡിറ്റിംഗ് പരിപാടി. ഇൻസ്റ്റഗ്രാം സ്ക്രീൻ ഡെമോ കാണാം. ഇൻസ്റ്റഗ്രാം എത്ര സമയം വരെ ഒരു ദിവസം എത്ര ടൈം വരെ ഇൻസ്റ്റഗ്രാമില്? സമയം യൂസ് ചെയ്യും. മെസ്സേജിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേ. അപ്പൊ പറ്റണോടത്തോളം മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഫോണിലെ ഫേവറേറ്റ് ഗെയിം? ഒരു ഗെയിം ഉള്ളൂ, ആംഗ്രി ബേർഡ്സ് 2. എപ്പോഴും കളിക്കും. ഞാൻ മറ്റേ വെടിവെപ്പിന്റെ പരിപാടി ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോ എന്താ വിചാരിക്കുന്നറിയോ, നിങ്ങളൊക്കെ മാക്സിമം അങ്ങനത്തെ ഗെയിംസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടാന്നാ. ഞാൻ പറയുന്നത് പ്രാന്ത് പിടിച്ച് കളിക്കുന്ന നേരത്ത് മറ്റേ 2 കൂട്ടി ഒരു പന്നിനായിട്ട് പൊട്ടിച്ചേക്കണം സെറ്റായി. അടിപൊളി. ഈ ഫോണില് ഈ പറയണ ഈ ഗെയിം അല്ലാതെ പണ്ട് ഭയങ്കരമായിട്ട് കളിച്ചൊരു ഗെയിം ഉണ്ടോ? ഐ മീൻ കളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും ഗെയിം? കളിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് +1 എക്സാമിന്റെ സമയത്ത് ഇത് കളിച്ച് 3 എക്സാമിന്റെ സമയം. അത് ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് സബ്ജക്റ്റ് ഇല്ലേ, മാത്സ് ഒഴികെ ബാക്കി 3 സമയത്ത് കമ്പ്യൂട്ടർ സയൻസ്. ഇതിന്റെ സമയത്ത് ഞാൻ മറ്റേ ഡ്രീം ലീഗ് കളിച്ച്. മറ്റേ ഫോണിന്റെ ഗെയിമാണ്, ഫോണില്ല ഫുട്ബോളിന്റെ ഗെയിമാണ്. ഇത് കളിച്ചിട്ട് ഫുൾ ടൈം ഇതിലോട്ട് അഡിക്റ്റ് ആയി. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ആൾക്കാരെ കിട്ടും. റൊണാൾഡോ അപ്പൊ ലിമിറ്റഡ് ടൈം ആയിരിക്കും ഇവരെ മേടിക്കാനുള്ള സമയം. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് എന്തായി, എക്സാം വന്നപ്പോ ജസ്റ്റ് പാസ്, മാർക്കില്ല. അത് 3 തീരെ മാർക്കില്ല. അപ്പൊ നിർത്തി. ഓക്കെ, ഫോണിൽ ഇതൊന്നും ഇല്ലാത്തതിന് ചോദിക്കാം, ഫോണിലെ ലാസ്റ്റ് വിളിച്ച കോൾ ആരുടെ? ഷാഹിദാണ്. ആരെ ഷാഹിദ്? എന്റെ ഫ്രണ്ടാണ് ഷാഹിദ് ഇർഫാൻ. ഇവിടെ എന്നെ വിളിച്ചൊരു കോൾ കാണിക്കുന്നില്ലല്ലോ. അതൊരു ചിക്കു. എവിടെ? ചിക്കുണ്ണി എന്റെ ഫ്രണ്ടാണ്. ഇതേപോലെ നല്ല ചെറിയ ഉണ്ണിയാണ്, ഇതേപോലെ തള്ളകളല്ല. നീ എന്റെ പേര് ഇതുവരെയായിട്ട് സേവ് ആക്കിയിട്ടില്ലല്ലേ ഫോണില്? ഞാൻ എന്തിനു സേവ് ആക്കണം നിന്റെ നമ്പർ? ശരി, എത്രയോ ആമ്പിള്ളേരെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ, പക്ഷെ നിന്നെ മതിയെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. എനിക്ക് നിന്നൊന്നും വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. നല്ല ചെറുക്കന്മാരെ എനിക്കും കിട്ടും. കിട്ടിയതന്നെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.